പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അനുഗ്രഹങ്ങളാലും കൃപകളാലും ഞങ്ങളെ നിറയ്ക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയും സ്തുതിയും അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും ദൈവമേ അതിൻ പ്രകാരം ജീവിക്കുവാനും ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്ന രണയെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, 1-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ന്യായപ്രമാണം രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം പുറപ്പെടുവിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കുമെന്ന് അവിടുത്തെ തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. ദൈവമേ, അങ്ങയുടെ ന്യായപ്രമാണം തിരുവചനങ്ങൾ വായിക്കാനും പഠിക്കാനും അതിൻ പ്രകാരം ജീവിച്ച് നിത്യജീവൻ സമ്പാദിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുവചനം പഠിച്ച് ദൈവമേ അതിൻ്റെ രുചി അറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് വചനം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ലോകമൊക്കെയിലും പോയി, ലോകത്തിൻ്റെ അറ്റങ്ങളോളം പോയി എനിക്ക് സാക്ഷികളായി തീരുവാനായിട്ട് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. യേശുവേ, വചനമാകുന്ന ദൈവമേ, അവിടുത്തെ ആത്മാവിനെ ഈ സമയത്ത് ഞങ്ങളുടെ മേൽ അവിടുന്ന് അയക്കണമേ. ഈ വചനം അവിടുത്തെ ആത്മാവാണല്ലോ കൂട്ടിവരുത്തി എഴുതി ചേർത്ത് വെച്ച് തന്നത്. ഇത് വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിൻ്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി സമയത്ത് പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമീൻ. കർത്താവിൽ പ്രിയരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച എസ്രായുടെ പുസ്തകം ആരംഭിച്ചല്ലോ. എസ്രായുടെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ് നാം പഠിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. എസ്രായുടെ പുസ്തകം ഏത് വർഷമാണ് എഴുതിയതെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഏത് BC? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, BC 458 എസ്രായുടെ പുസ്തകം യഹൂദ പുരോഹിതനായ, അതോടൊപ്പം തന്നെ ന്യായശാസ്ത്രി കൂടെയായ എസ്ര എഴുതിയത്. അതിൻ്റെ കൂടെ തന്നെ പറയുകയുണ്ടായി, പ്രവാസത്തിൻ്റെ അല്ലെങ്കിൽ അടിമത്വത്തിൻ്റെ ഒരു വിടുതലും തുടർന്ന് യെറുസലേമിലേക്കുള്ള യാത്രയും അവിടെ ചെന്ന് യെറുസലേം ദേവാലയം പണിയുവാനായിട്ടുള്ള വലിയൊരു നിയോഗവുമായിട്ടാണ് ഈ ജനം കടന്നു പോകുന്നത്. എത്ര വർഷമായിരുന്നു ബാബിലോൺ അടിമത്തം? അത് പറഞ്ഞില്ലെങ്കിൽ മോശമാണേ. എത്ര വർഷമായിരുന്നു ബാബിലോണിൽ അടിമകളായി ഈ ജനം പാർത്തത്? ആർക്കും അറിയില്ലേ? 70 വർഷം. 70 വർഷം. ആ പീരീഡ് ഒന്ന് പറയാൻ പറ്റുമോ? 458 എഴുതി കുറച്ചാൽ മതി അല്ലേ? 458 608 BC ആരംഭിച്ച് 538 വരെയായിരുന്നു ഈ പ്രവാസത്തിന്റെ കാലഘട്ടം. 608 മുതൽ 538 വരെയുള്ള 70 വർഷ കാലഘട്ടം. ഇതിൽ 539 പേർഷ്യ രാജാവായ സൈറസ് ബാബിലോൺ രാജാക്കന്മാരെ കീഴടക്കി അദ്ദേഹം ഭരണം ആരംഭിച്ചപ്പോൾ അദ്ദേഹമാണ് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അരുളപ്പാട് തനിക്കുണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ജനത്തെ 538 മുതൽ അവിടുന്ന് മോചിപ്പിച്ച് യെറുശലേമിലേക്ക് പോകുവാനുള്ള അനുവാദം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ദേവാലയം പണിയണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നത് സൈറസ് ആണ്. അങ്ങനെ സൈറസിന്റെ നിർദ്ദേശപ്രകാരമാണ് സെരൂബാബേലും യോശുവായുമാണ് ആദ്യത്തെ ഗ്രൂപ്പിൽ യെറുസലേമിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു 4 സമയത്തായിട്ടാണ് ഇവര് പൂർണ്ണമായിട്ടും യെറുസലേമിലേക്ക് മടങ്ങി എത്തുന്നത്. അതിൽ 2-ാമത്തെ ഗ്രൂപ്പിലാണ് എസ്ര പുരോഹിതൻ ചെല്ലുന്നത്. അതുകൊണ്ടാണ് 458 അദ്ദേഹം ഈ പുസ്തകം എഴുതിയതെന്ന് നമുക്ക് നിഗമനത്തിൽ എത്തുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവരവിടെ ചെല്ലുന്നു.
ചെന്ന് ദേവാലയത്തിന്റെ പണി ആരംഭിക്കുന്നതിനെ പറ്റിയും ബലിപീഠം നിർമ്മിക്കുന്നതിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ 3 അധ്യായങ്ങളിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഇന്ന് 4 മുതലുള്ള അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. 4 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ വലിയ ഉത്സാഹത്തോടും വലിയ ആഗ്രഹത്തോടും ദാഹത്തോടും അതിലുപരിയായി വലിയ പ്രാർത്ഥനയോടും കൂടെ പണി ആരംഭിച്ചെങ്കിലും 4-ാം അധ്യായം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ ഈ ജനത്തിന് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. അതുവരെ ആരും ഇത് ചോദ്യം ചെയ്തില്ല, അതുവരെ ഈ പണിക്ക് ആരും തടസ്സം നിന്നില്ല. എന്നാൽ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഇപ്രകാരമാണ്: പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്നും യഹൂദായുടെയും ബെന്യാമീന്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെ എന്ന പോലെ ഞങ്ങളും അന്വേഷിക്കും. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശൂർ രാജാവായ എസർഹദ്ദോന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നുവെന്ന് പറഞ്ഞു. ഇവിടെ ഇതാ ഒരു പ്രതിസന്ധി ഈ ഈ ഈ ഇസ്രായേൽ ജനത്തിന് ഉണ്ടാവുകയാണ്. കാരണം അതുവരെ ഈ ഈ ഈ ഇത് തടയപ്പെടുന്നില്ല. ഈ യെരൂശലേം ദേവാലയത്തിന്റെ പണി ആരംഭിച്ചെങ്കിലും അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇവർക്ക് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. അവരുടെ വൈരികൾ, അതായത് യഹൂദായുടെയും ബെന്യാമീന്റെയും വൈരികൾ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ അവര് ഇടപെടുകയാണ്. അവര് വന്ന് ഇവരോട് പറയുകയാണ്, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഈ ദേവാലയം പണിയിൽ പങ്കെടുക്കട്ടെ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവര് അതിന് എതിര് നിൽക്കുകയാണ്. കാരണം ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ വൈരികൾ ആരാണെന്ന് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലും ഇവരുടെ തന്നെ ചില സൂചനകളിലൂടെയും ഇതാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ 2-ാമത്തെ വാക്യത്തിലുണ്ട് ആരാണ് ഈ ശത്രുക്കളായിട്ട് കടന്നു വരുന്നതെന്ന്. അശൂർ രാജാവായ, അതായത് അസറിയ രാജാവായ എസർഹദ്ദോന്റെ കാലം മുതൽ, ആ കാലഘട്ടത്തിൽ മെസപ്പൊത്തോമിയയിൽ നിന്ന് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് സമരിയായിൽ പാർപ്പിച്ച വ്യക്തികളാണ് ഈ വൈരികളുടെ ഒരു ഗണം. പിന്നീട് നമ്മൾ 9-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ ധർമാധ്യക്ഷൻ രഹൂമും രായസക്കാരൻ ശിംശായിയും ശേഷം അവരുടെ കൂട്ടക്കാരായ ദീന്യർ, അഫർത്യർ, തർപ്പേല്യർ, അഫർസ്യർ, അർക്കവ്യർ, ബാബേല്യർ, ശൂശന്യർ, ദേഹാവ്യർ, ഏലാമ്യർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ അസ്നപ്പാർ പിടിച്ചുകൊണ്ടുവന്ന് ശമരിയ പട്ടണങ്ങളിലും നദിക്ക് ഇക്കരെയും മറ്റു ദിക്കുകളിലും പാർപ്പിച്ചിരുന്ന ശേഷം ജാതികളും ഇത്യാദി എന്നാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതായത് 2 രാജാക്കന്മാർ മെസ്സപ്പൊത്യാമയിൽ നിന്നും അടിമകളായിട്ട് കൊണ്ടുവന്ന ജനം ഈ 70 വർഷ കാലഘട്ടം കൊണ്ട് പാലസ്തീനിലുണ്ട്. പ്രത്യേകിച്ച് ശമരിയായിൽ ഇവർ പാർക്കുന്നുണ്ട്. ഈ ജനത്തിന്റെ ഒരു പ്രത്യേകത ബൈബിൾ കമന്ററിയൊക്കെ വായിച്ചപ്പോൾ കണ്ടത്, ഇവര് വന്ന കാലഘട്ടം മുതൽ അന്ന് യെരുസലേമിൽ ദേവാലയം എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പൂർണ്ണമായിട്ടും ആളുകൾ പോയില്ല, യഹൂദന്മാര് പോയിരുന്നില്ല. പക്ഷേ കുറച്ച് ചെറിയൊരു ഗണം മാത്രം പാലസ്തീനിലും അതുപോലെ തന്നെ യെരുസലേമിൽ ഉണ്ടായിരുന്നു. ആ ജനം അന്നും യഹോവയായ ദൈവത്തിന് അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ അടിമകളായിട്ട് പിടികൊണ്ടുവന്ന ഈ ജനം ഇവിടെ വന്ന് പാർത്തപ്പോൾ അവരുടെ വിജാതീയ ദേവന്മാരെ ആരാധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവര് യഹോവയായ ദൈവത്തെ അവരുടെ ദൈവങ്ങളുടെ ഗണത്തിൽ ഒരു ദൈവമായിട്ട് കാണുകയും ആ ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ടാണ് 2-ാമത്തെ വാക്യത്തിൽ അവരിങ്ങനെ പറയുന്നത്, അശൂർ രാജാവായ എസർഹദ്ദോന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോന്നിരുന്നു എന്ന് പറയുകയാണ്. ഇവരാണ് വന്ന്, ഇവർ ആഗ്രഹത്തോടു കൂടെയാണ് വന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ജനത്തിന്റെ എതിരാളികളായിട്ടല്ല വരുന്നത്, മറിച്ച് ഈ ദേവാലയം പണിയിൽ സഹകരിച്ച് തുടർന്ന് യഹോവയായ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത, ഇവരപ്പോഴും അന്യ ദൈവ ആരാധന
കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ടാണ് ഈ സെരൂബാബേലും യോശുവായും ഇത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഇവർക്ക് യെരൂശലേം ദേവാലയത്തിന്റെ പണി നടത്താൻ കഴിയാത്ത വിധം ഇവരൊരു ഈ ദേശനിവാസികൾ എല്ലാം കൂടെ ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സെരൂബാബേല് അവരോട് പറഞ്ഞതോടുകൂടെ ഇവരുടെ ശത്രുത വർദ്ധിക്കുകയാണ്. 4-ാമത്തെ വാക്യമാകിയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദര്യാവേശിന്റെ വാഴ്ചയ്ക്കും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അപ്പോ ഈ ദേശനിവാസികളെല്ലാം ചേർന്ന് പേർഷ്യ രാജാവിന്റെ ഉപദേശകന്മാരെയും അവിടുത്തെ കാര്യസ്ഥന്മാരെയും അവർക്ക് കൈക്കൂലി കൊടുത്ത് പണം കൊടുത്ത് അവരെ തങ്ങളുടെ വറുതിയിലാക്കി പേർഷ്യ രാജാക്കന്മാരോട് അവിടെ നിന്ന് കോരശന്റെ കാലഘട്ടത്തിൽ ഇവിടേക്ക് അയക്കപ്പെട്ട യഹൂദന്മാരെ പറ്റി കുറെ തെറ്റായ വാർത്തകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും അവസാനം 7-ാമത്തെ വാക്യം അർത്ഥഷഷ്ടാവിന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ പ്രമാണികൾ ഒരു അക്യൂസേഷൻ ലെറ്റർ രാജാവിന് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അയച്ചു കൊടുത്ത് ഈ പണി അതോടുകൂടെ രാജകൽപ്പന പ്രകാരം അവര് തടയുകയാണ്. അതുകൊണ്ടാണ് 12-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം മുതൽ അവർ അർത്ഥഷഷ്ട രാജാവിന് അയച്ച പത്രികയുടെ പകർപ്പ് എന്തെന്നാൽ ഒരു കത്ത്, ഒരു ലെറ്റർ അയക്കുകയാണ് യഹൂദന്മാർക്കെതിരെ അയച്ച ലെറ്റർ. അതിനകത്ത് ഇങ്ങനെയാണ് ആരംഭം: നദിക്ക് ഇക്കരെയുള്ള നിന്റെ ദാസന്മാരായ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പിപ്പാൻ തിരുമുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ അടുക്കൽ യെരൂശലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള ആ പട്ടണം പണിയുകയും അതിൻ്റെ മതിലുകൾ കെട്ടുകയും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു. പട്ടണം പണിത് മതിലുകൾ കെട്ടിത്തീർന്നാൽ അവർ കരമോ നികുതിയോ ചുങ്കമോ ഒന്നും അടയ്ക്കുകയില്ല. അങ്ങനെ ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തുമെന്ന് രാജാവിന് ബോധിച്ചിരിക്കണം. ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ ഈ ഇവിടെയുള്ള ദേശനിവാസികൾ, പ്രത്യേകിച്ച് വിജാതീയരായിരിക്കുന്ന ആളുകൾ, ഈ ദേവാലയം പണിയുന്ന സെരൂബാബേലിന്റെ കീഴിൽ അണിനിരന്ന് പണിതുകൊണ്ടിരിക്കുന്ന ഈ യഹൂദന്മാർക്കെതിരെ ഈ പേർഷ്യ രാജാവിന് ഒരു ലെറ്റർ അയച്ചു. അദ്ദേഹം അത് വായിച്ച് നോക്കി എന്നൊക്കെ അതിൻ്റെ താഴത്തേക്ക് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് 17-ാമത്തെ വാക്യം: അതിന് രാജാവ് ധർമാധ്യക്ഷനായ രേഹൂമിനും രായസക്കാരനായ ശിംശായിക്കും ശമര്യ നിവാസികളായ അവരുടെ കൂട്ടക്കാർക്കും നദിക്ക് അക്കരെയുള്ള ശേഷം പേർക്കും മറുപടി എഴുതി അയച്ചത്: നിങ്ങൾക്ക് കുശലം ഇത്യാദി. നിങ്ങൾ കൊടുത്തയച്ച പത്രിക നമ്മുടെ സന്നദ്ധിയിൽ വ്യക്തമായി വായിച്ചു കേട്ടു. നാം കൽപ്പന കൊടുത്തിട്ട് അവർ ശോധന ചെയ്ത് നോക്കിയപ്പോൾ ആ പട്ടണം പുരാതനമേ രാജാക്കന്മാരോട് എതിർത്ത് നിൽക്കുന്നത് എന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നുവെന്നും യെരൂശലേമിൽ ബലവാന്മാരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു എന്നും ഇവർ മനസ്സിലാക്കുകയും അതിനുശേഷം ഈ രാജാവ് കൽപ്പന കൊടുക്കുകയാണ്, ഈ ദേവാലയം പണി ഇനി ഇത് നിർത്തണമെന്ന് കർശനമായ ഒരു കൽപ്പന ഈ ആരാണോ ലെറ്റർ അയച്ചത് അവരുടെ കയ്യിൽ കൊടുക്കുകയും അവര് ഈ സെരൂബാബേലിന്റെ അടുക്കൽ വന്ന് രാജകൽപ്പനയാണ്, ഇനി ദേവാലയം പണിയുവാനായിട്ട് നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞ് ദേവാലയത്തിന്റെ പണി അവിടെ നിർത്തി വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധിയുടെ ഒരു ഘട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചായിരിക്കാം പ്രവർത്തിക്കുന്നത്. എന്നാലും ഈ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും പ്രതിസന്ധികൾ വന്നു ചേരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ ഇതുപോലെ തന്നെ ഒട്ടനവധി ഭാഗങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങി തിരിച്ചിട്ടും പ്രതിസന്ധികൾ നേരിടേണ്ട ഒരു ഘട്ടം പലർക്കും ഉണ്ടാകുന്നുണ്ട്. അവിടെയെല്ലാം ഇവര് ചെയ്യുന്നത്
വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇവര് രാജാവിന്റെ കൽപ്പന പ്രകാരം പണി നിർത്തിവെച്ചു. പിന്നീട് ഇവര് പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ട് കാലങ്ങൾ തള്ളി നീക്കുകയാണ്. പിന്നീട് അനേക വർഷങ്ങൾ ഈ ദേവാലയത്തിന്റെ പണി, പ്രത്യേകിച്ച് അതിന്റെ ചുറ്റുമതില് പണിയുവാനായിട്ട് കഴിയാതെ ഇവര് വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ ജനം ചെയ്തത് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഒത്തിരി മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇവര് മറ്റുള്ള ആളുകളോട് കലഹിക്കാൻ പോവുകയോ ആരാണോ തടഞ്ഞു അവരോട് ഒരു പ്രയാസത്തിന് പോവുകയൊന്നുമല്ല ചെയ്യുന്നത്. മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അവർ വെയിറ്റ് ചെയ്യാണ്. ദൈവത്തിന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നതിന് വേണ്ടി ഇവര് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും പുതിയ നിയമത്തിൽ ഒത്തിരി നിർദ്ദേശങ്ങൾ ദൈവം തരുന്നുണ്ട്. നമുക്ക് ശത്രുക്കളായിട്ട് വരുന്നവർ, പ്രത്യേകിച്ച് നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു നന്മയുടെ പ്രവർത്തിക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി എതിർപ്പുകളും പ്രതിസന്ധികളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ നഷ്ടധൈര്യരായി തീരാതെ ദൈവത്തിൽ ആശ്രയിക്കണമെന്നൊക്കെ വലിയൊരു ആശയം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എഫേസ്യർ 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങൾക്ക് പോരാട്ടമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജനം ഒരിക്കലും അവരെ എതിർത്ത് വന്ന, അവരെ ഉപദ്രവിക്കാൻ വന്ന ആളുകളോട് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. മറിച്ച് അവർ പ്രാർത്ഥനയിൽ ആഴപ്പെടുകയാണ്, ദൈവത്തിൽ ശരണപ്പെടുകയാണ്, ദൈവം ഇടപെടുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു മെസ്സേജ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർന്ന് എടുക്കണം. കാരണം നമ്മളെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരോട് പോരാടാനായിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് അവരിലൂടെ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അതായത് ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദൈവിക കാര്യമായിരിക്കാം. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വ്യക്തിയോടല്ല നമുക്ക് വിരോധം ഉണ്ടാകേണ്ടത്. മറിച്ച് ആ പ്രതിസന്ധി കൊണ്ടുവരുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്, അതിനോടാണ് നമ്മൾ പോരാടേണ്ടത്. അതിനോട് പോരാടണമെങ്കിൽ എന്തെല്ലാം നമ്മൾ സ്വായത്തമാക്കണമെന്ന് എഫേസ്യർ 6:10 മുതൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കാനായിട്ട് പറയുകയാണ്. ആ സർവായുധ വർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സത്യമെന്ന അരക്കച്ച കെട്ടണം, അതായത് സത്യസന്ധരായി നിലകൊള്ളണം. രണ്ടാമത് വചനം പഠിപ്പിക്കുകയാണ്, നീതി എന്ന കവചം ധരിക്കണം, നീതിമാന്മാരായി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കണം. പിന്നീട് സമാധാന സുവിശേഷത്തിനുള്ള ചെരുപ്പ് ഇടണം. അതിനുശേഷം പറയുകയാണ്, രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കണം, വിശ്വാസം എന്ന പരിച കയ്യിലെടുക്കണം. അവസാനം പറയുകയാണ്, ആത്മാവിന്റെ വാളായ ദൈവവചനം എടുത്ത് ഈ സാത്താനെ പരാജയപ്പെടുത്തണമെന്ന് പറയുകയാണ്. ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഒത്തിരി പരാജയത്തിലേക്ക് കൂപ്പുകുത്തുവാനായിട്ട് സാധ്യതയുള്ളത്. കാരണം നമുക്കൊക്കെ സത്യസന്ധരായി ജീവിക്കുന്നവരായിരിക്കാം, അതോടൊപ്പം തന്നെ നീതിയുള്ളവരായിരിക്കാം, പക്ഷേ അതുപോലെ തന്നെ കർത്താവ് നൽകിയ രക്ഷ സ്വീകരിച്ചവരായിരിക്കാം, സമാധാനത്തിന്റെ വക്താക്കളായിരിക്കാം. പക്ഷേ എന്തുണ്ടാവില്ല, നമ്മുടെ ഹൃദയത്തിൽ വചനമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് വചനം വായിച്ച് പഠിച്ച് ഹൃദയസ്ഥമാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള അന്ധകാര പീഡകളോട് പോരാടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ ദേവാലയത്തിന്റെ പണി വലിയൊരു ബ്ലോക്ക് വന്നു. പക്ഷേ ഈ ജനം ശാന്തമായിട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 5-ാമത്തെ അധ്യായം അതിന്റെ ആരംഭത്തിൽ ഇങ്ങനെയാണ്: എന്നാൽ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സഗരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദായിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. കണ്ടോ, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ഈ ജനത്തിന് 2 പ്രവാചകന്മാരെ ദൈവം അയക്കുകയാണ്. ഒന്ന് ഹഗ്ഗായി പ്രവാചകൻ, 2 സഖറിയാവ് പ്രവാചകൻ. നമുക്ക് ഈ 2 പ്രവാചകന്മാരുടെയും പ്രവചന പുസ്തകങ്ങൾ നമ്മുടെ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ
നമുക്ക് വായിച്ച് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം ഒന്ന് എടുക്കാമോ? ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദാര്യാവേഷ് രാജാവിന്റെ 2-ാം ആണ്ടു 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ശെയല്തീയേലിന്റെ മകനായ സെരുബാബേലിനും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. മതി. അതായത് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇവർക്കുണ്ടായ മറ്റൊരു പ്രശ്നം കൂടെയുണ്ട്. ഇവര് ക്ഷമിച്ചു, സഹിച്ചു നിന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഇവര് ഒരു കാര്യം കൂടെ ഇവരുടെ മനസ്സിൽ കുറിച്ചിട്ടു. അതായത് ഇനിയിപ്പോ ഒരു പണി നടക്കാനായിട്ട് സാധ്യതയില്ല. അപ്പൊ നമുക്കും ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കുന്നു, ഇനി ഈ കാര്യമായിട്ട് മുന്നോട്ട് പോയാൽ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, അത് ഇനിയും ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ടും അതിലൊരു അലംഭാവം കാണിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ സാധ്യത ഈ ജനത്തിന് വന്നു. അതുകൊണ്ടാണ് പ്രവാചകനെ ദൈവം അയക്കുന്നത്. ദൈവം അയച്ചിട്ട് പറയുകയാണ്, യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. അപ്പൊ ഇവർക്കിടയിൽ അങ്ങനെ ഒരു സംസാരമായി. നമുക്ക് എന്തായാലും ഇത് പണി നടത്താനായിട്ട് പറ്റില്ല. കാരണം ഇവിടുത്തെ ദേശനിവാസികൾ എതിരാണ്. അവർ ഇനിയും പണി ആരംഭിച്ച വീണ്ടും പേർഷ്യ രാജാവിന്റെ അടുക്കൽ ചെന്ന് വീണ്ടും ഇതിനുള്ള എതിരായിട്ടുള്ള കൽപ്പനകൾ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി അവരിൽ ഉണ്ടായി. അതിനുശേഷം പ്രവാചകൻ ഇവരോട് പറയുകയാണ്, 3-ാമത്തെ വാക്യം: ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. പ്രിയമുള്ളവരെ, ഈ ജനം ആ സമയത്ത് ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധികളുടെ ഒരു കാരണത്തെ പറ്റിയാണ് ഇവിടെ ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം ഈ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. നിങ്ങൾ ഒത്തിരി സമ്പാദിക്കാനായിട്ട് പരിശ്രമിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഒന്നും നേടാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ഒത്തിരി വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കി, പക്ഷേ നിങ്ങളുടെ തണുപ്പ് കയറ്റാനായിട്ട് പര്യാപ്തമാകുന്നില്ല. അതുപോലെ തന്നെ കൂലിക്കാരൻ പോയി പണിയെടുത്ത് അവൻ കൂലിയുമായിട്ട് വീട്ടിലേക്ക് വന്നാൽ അതിൻ്റെ എങ്ങനെയാണ് ദൈവം പറയുന്നത്? നീ ഓട്ട കീശയിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക? പൈസ താഴത്തേക്ക് ഊർന്നിറങ്ങി പോകുന്നത് പോലെ നീ കൂലിക്കാരൻ പണിയെടുത്ത് കൊണ്ടുവന്നാലും അവൻ്റെ വീട്ടിൽ ഒരു സമൃദ്ധി ഉണ്ടാകുന്നില്ല. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഈ ജനത്തിന് ഉണ്ടാവുകയാണ്. അതിൻ്റെ കാരണം ദേവാലയത്തിന്റെ പണി നടത്തുന്നതിൽ ഇവരൊരു അല്പം തീക്ഷ്ണത കുറഞ്ഞു പോയി എന്ന് നമുക്ക് ഈ ഭാഗത്ത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രവാചകന്മാർ വന്ന് വീണ്ടും ഇവരെ മുന്നറിയിപ്പ് കൊടുത്ത് ഈ യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ ഈ ജനം വീണ്ടും യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് ആരംഭിക്കുകയാണ്. 2-ാമത്തെ വാക്യം: അങ്ങനെ ശെയല്തീയേലിന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ യോശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദേവാലയം പണിയുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോടുകൂടി ഇരുന്ന് അവരെ സഹായിച്ചു. അപ്പൊ ഇപ്പൊ പ്രവാചകന്മാര് ഇവരുടെ കൂടെയുണ്ട്. പ്രവാചകന്മാരുടെ നിർദ്ദേശമുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഈ സെരുബാബേലും യോശുവായും ഈ ബാക്കിയുള്ള ജനത്തിന് നേതൃത്വം കൊടുത്ത് യെരൂശലേം ദേവാലയത്തിന്റെ പണി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇവർക്ക് പ്രതിസന്ധി ഉണ്ടാകുകയാണ്. അതാണ് 3-ാമത്തെ വാക്യം: ആ കാലത്ത് നദിക്കിക്കരെയുള്ള ദേശാധിപതിയായ തത്നായിയും ശെദർ ബൊസ്നായിയും അവരുടെ കൂട്ടുകാരും അവരുടെ അടുക്കൽ വന്ന് അവരോട്, ഈ ആലയം പണിയുവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് ആർ കൽപ്പന തന്നുവെന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്കറിയാം
പണ്ട് ഇവരുടെ പൂർവികർ പേർഷ്യ രാജാവിന് ഒരു കത്തയച്ച് ഈ യെരൂശലേം ദേവാലയത്തിന്റെ പണി നിർത്തിവെച്ചതാണെന്ന് ഈ ഈ ഇവിടെയുള്ള ദേശനിവാസികൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ അവര് വീണ്ടും ഈ പണി ആരംഭിച്ചുവെന്ന് കണ്ടപ്പോൾ അവര് കൂട്ടമായിട്ട് വന്ന് സെരുബ്ബാബേലിനോടും യോശുവായോടും ചോദിക്കുകയാണ്, ആരാണ് ഈ ദേവാലയം വീണ്ടും പണിയാനുള്ള കൽപ്പന നിങ്ങൾക്ക് തന്നത്? പക്ഷെ ആദ്യത്തെ പോലെ ഈ യഹൂദന്മാര് ഭയപ്പെട്ടിരുന്നില്ല. അവരെന്ത് ചെയ്തു? അവർ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും പണിയുകയാണ്. ഈ കെട്ടിടം പണിയുന്ന ആളുകളുടെ പേരെന്തെന്നും ഒക്കെ അവർ ചോദിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചത് കൊണ്ട് ഈ കാര്യം ദര്യാവേശിന്റെ സന്നിധിയിൽ ബോധിപ്പിച്ച് മറുപടി വരും വരെ അവർ അവരുടെ പണി മുടക്കിയില്ല. ആദ്യത്തെ സമയം ഈ ദേശനിവാസികൾ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ പണിയെല്ലാം നിർത്തി. അതിനുശേഷം അങ്ങനെ ഈ ഹഗ്ഗായി പ്രവാചകനും സഖരിയാവും വന്ന് പ്രവചനം നടത്തുമ്പോഴാണ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഈ ദേവാലയത്തിന്റെ പണി ആരംഭിക്കുന്നത്. അപ്പോഴും ഭീഷണിയായിട്ട് വന്നുവെങ്കിലും അവര് ഈ ഭീഷണിക്ക് വഴങ്ങിയില്ല. കാരണം ദൈവം ഈ യഹൂദ പ്രമാണിമാരെ കടാക്ഷിച്ച് അവരുടെ ഹൃദയത്തിൽ ധൈര്യം കൊടുത്ത് ഈ ദേവാലയം പണിയണമെന്നുള്ള വലിയൊരു പ്രചോദനം അവർക്ക് കൊടുത്തപ്പോൾ അവരത് നിർത്താതെ പണി ആരംഭിക്കുകയാണ്. ദര്യാവേശ് രാജാവിന്റെ കാലത്താണ് ഇത് പിന്നീട് സംഭവിക്കുന്നത്. അങ്ങനെ ഈ എതിരാളികൾ ദര്യാവേശ് രാജാവിന് പിന്നീട് അവരുടെ പൂർവികർ ചെയ്തതുപോലെ തന്നെ ഒരു എഴുത്ത് എഴുതി രാജാവിന് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നേരത്തെ നാം വായിച്ചു കേട്ടതുപോലെ തന്നെ യഹൂദന്മാരുടെ പോരായ്മകളും അവരെ പറ്റിയുള്ള ദുരാരോപണങ്ങളും എല്ലാം എഴുതി അയക്കുകയാണ്. അങ്ങനെ അയച്ചതിന്റെ കൂടെ തന്നെ ഈ വ്യക്തികൾ രാജാവിനോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. പേർഷ്യ രാജാവായ സൈറസ് ആണ് ഇവരെ ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഇവിടേക്ക് വന്ന് പണി ആരംഭിക്കുവാനുള്ള കൽപ്പന കൊടുക്കുകയും ചെയ്തതെന്ന് ഈ ജനം പറയുന്നുവെന്ന് ഈ ലെറ്ററിൽ എഴുതി കൊടുത്തു. എന്നിട്ട് അതുകൊണ്ട് രാജാവ് ദര്യാവേശ് രാജാവ് ഒരു കാര്യം ചെയ്യണം, അങ്ങ് ഈ അങ്ങയുടെ പൂർവികനായ സൈറസ് രാജാവ് ഇവർക്ക് ദേവാലയം പണിയുവാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് പഴയ പ്രമാണങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് ചരിത്ര രേഖകൾ പരിശോധിച്ച് മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യണമെന്ന് ഈ ലെറ്ററിൽ അവർക്കൊരു രാജാവിന് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ രാജാവ് ഈ ലെറ്റർ വായിച്ച് ഈ രാജഭണ്ഡാരത്തിൽ ബാബേലിലെ രാജഭണ്ഡാരത്തിലെ ഗൃഹത്തിൽ ഒക്കെ ഇവര് അന്വേഷണങ്ങൾ നടത്തി പഴയ ഒരു ചുരുള് കണ്ടെത്തുകയാണ്. അതാണ് 17-ാമത്തെ വാക്യത്തിൽ. ആകയാൽ രാജാവ് തിരുമനസ്സായി യെരൂശലേമിലെ ഈ ദേവാലയം പണിയുവാൻ കോരസ് രാജാവ്, അതായത് സൈറസ് രാജാവ് കൽപ്പന കൊടുത്തത് വാസ്തവമോ എന്ന് ബാബേലിലെ രാജഭണ്ഡാര ഗൃഹത്തിൽ ചോദന കഴിച്ച് ഇതിനെക്കുറിച്ച് തിരുവുള്ളം എന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ദര്യാവേശിന് ഈ ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ ദര്യാവേശ് ഇതിനെ പറ്റിയുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. അതാണ് 6-ാമത്തെ അധ്യായത്തിൽ. അവിടെ എങ്ങനെയാണ് തുടക്കം? ദര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരം സംഗ്രഹിച്ചു വച്ചിരുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു. അവർ മേദ്യ സംസ്ഥാനത്തിലെ അഹ്മദ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. ഈ ചുരുളിൽ പണ്ട് ഈ നമ്മുടെ എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ സൈറസ് രാജാവ് പുറപ്പെടുവിച്ച ഒരു കൽപ്പനയിലൂടെയാണ് ആരംഭിക്കുന്നത്. അതായത് ദൈവം എനിക്ക് നിർദ്ദേശം തന്നിരിക്കുകയാണ്, യെരൂശലേമിൽ ദൈവത്തിന് വേണ്ടി ആലയം പണിയണം. അങ്ങനെയാണ് ഈ ജനത്തെ അവിടുന്ന് വിമോചിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ മുന്നറിയിപ്പും ഈ കൽപ്പനയും വീണ്ടും ദര്യാവേശിന് ലഭിക്കുകയാണ്. അദ്ദേഹം അത് സൂക്ഷ്മമായിട്ട് വായിച്ചപ്പോൾ സൈറസിന് കിട്ടിയ പ്രചോദനം അനുസരിച്ച് ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് മനസ്സിലാവുക മാത്രമല്ല, ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേശനിവാസികൾ ഇങ്ങനെ ദര്യാവേശ് രാജാവിനെ സമീപിച്ചത്. പക്ഷെ ഉപദ്രവിക്കാൻ പരിശ്രമിച്ചത് ഇസ്രായേൽ ജനത്തിന് പിന്നീട് ഉപകാരമായിട്ട് പരിണമിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ഉപദ്രവങ്ങളെല്ലാം സഹിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ എന്ന് യേശു ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിക്കുന്നതിന്റെ കാരണം
പല ഉപദ്രവങ്ങളും പിന്നീട് ഉപകാരമായിട്ട് മാറും. ഇവിടെ പിന്നീട് നമ്മൾ താഴത്തേക്ക് വായിക്കുമോ? 6-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 6-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അതിന്റെ സ്ഥാനത്തു തന്നെ ഈ ദേവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നദിക്ക് അക്കരെ പിരിയുന്ന കരമായ രാജാവിന്റെ മുതലിൽ നിന്നും ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവും കൊടുക്കേണ്ടതാകുന്നു. അതായത് യെരൂശലേം ദേവാലയത്തിന്റെ പണി തടയാൻ വേണ്ടിയിട്ടാണ് ഇവര് ലെറ്റർ എഴുതി ദര്യാവേശുവിന് കൊടുത്തത്. ഇങ്ങനെ ഒരു കൽപ്പനയുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് രാജാവ് വേണ്ട പോലെയൊക്കെ ചെയ്യണമെന്ന് ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടാണ് ലെറ്റർ വിട്ടത്. പക്ഷെ ദര്യാവേശ് ഈ സൈറസിന്റെ കൽപ്പന പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ സൈറസ് രാജാവ് വലിയ ഭയത്തോടും ഭക്തിയോടും കൂടെയാണ് ഈ ഒരു അന്നത്തെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്. ദൈവമാണ് എനിക്ക് പ്രചോദനം തന്നതെന്നെല്ലാം പറഞ്ഞാണ് ഇദ്ദേഹം കൽപ്പന ആരംഭിക്കുന്നത് തന്നെ. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ദേവാലയത്തിന്റെ പണിക്ക് ആവശ്യമായ പണം ഇത് അവിടുന്ന് കരമായിട്ടും ചുങ്കമായിട്ടും ദേശനിവാസികളിൽ നിന്ന് പിരിച്ചെടുക്കണം. ഇനി അത് തികഞ്ഞില്ലെങ്കിൽ രാജഭണ്ഡാരത്തിൽ നിന്ന് ഇവർക്ക് ആവശ്യമായ പണം എത്തിച്ചു കൊടുക്കണമെന്ന് ഈ രാജാവിന്റെ കൽപ്പന അന്നുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ ഈ മുടക്ക് വരുത്തിയവര് അതോടുകൂടെ ഈ രാജഗൃഹത്തിൽ നിന്ന് വരുന്ന പണം അത് തടഞ്ഞു. അതോടൊപ്പം തന്നെ ദേശനിവാസികളിൽ നിന്ന് ചുങ്കം ടാക്സ് പിരിക്കുന്നത് നിർത്തി. അതുകൂടെ ദേവാലയം പണിയാനുള്ള പണം കൂടെ ഈ ജനം സ്വന്തം കയ്യിൽ നിന്ന് എടുക്കേണ്ട ഒരു വലിയൊരു അവസ്ഥയും അവർക്ക് കടന്നു വന്നായിരുന്നു. അപ്പോഴാണ് ഈ രണ്ടാമത് എതിർപ്പ് പ്രകടിപ്പിച്ചവരിലൂടെ വലിയൊരു അനുഗ്രഹം ഉണ്ടായത്. ഇത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ദര്യാവേശ് രാജാവ് പറഞ്ഞു, ഇനി മുതൽ ഈ ആ നദിക്ക് അക്കരെയുള്ള ദേശത്തു നിന്നുള്ള കരം നിങ്ങൾ രാജഗൃഹത്തിലേക്ക് തരാതെ എന്ത് ചെയ്യണം? സെരൂബാബേലിന്റെ കയ്യിലെത്തിച്ചു കൊടുക്കണം. എന്നിട്ട് യെരൂശലേം ദേവാലയത്തിന്റെ പണിക്ക് ആവശ്യമായത് കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, 9-ാമത്തെ വാക്യം, അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗം അർപ്പിക്കേണ്ടതിനും രാജാവിൻ്റെയും അവന്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാങ്ങൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ, എണ്ണ എന്നിവയും യെരൂശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിനം പ്രതി കുറവ് കൂടാതെ കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ ആരെ പ്രയാസപ്പെടുത്താൻ വേണ്ടി, ദേവാലയത്തിന്റെ പണി നിർത്താൻ വേണ്ടി ആര് പരിശ്രമിച്ചോ അവർക്ക് രാജാവ് കൽപ്പന കൊടുക്കുകയാണ്, ഇനി മുതൽ അവിടെ ബലികൾ അർപ്പിക്കപ്പെടാനുള്ള കാളകളും കുഞ്ഞാടുകളും അതോടൊപ്പം തന്നെ പുരോഹിതന്മാർക്ക് ആവശ്യമായ എണ്ണയും ഗോതമ്പും ഉപ്പും ഇതെല്ലാം ഇനി ആരെത്തിച്ചു കൊടുക്കണം? നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് റോമർ 8:28 നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. റോമർ 8:28 എടുക്കാമോ? റോമർ 8-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും ഒരാൾ? 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്നു നാം അറിയുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും ഈ ജനത്തെ ഉപദ്രവിക്കാനാണ് ഈ ദേശനിവാസികൾ പരിശ്രമിച്ചത്. ആ ഉപദ്രവം ദൈവം എന്താക്കി തീർത്തു? ദൈവം അത് വലിയൊരു നന്മയാക്കി തീർത്തു. കാരണം ആരുപദ്രവിച്ചോ അവരുടെ പണം ഉപയോഗിച്ച് ദേവാലയം പണിയാനായിട്ട് ഇടയായി തീരുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നോമ്പനുഷ്ഠാനങ്ങളൊക്കെ എടുക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ മാനസാന്തരം ഉണ്ടാകണം. അതുപരി അവര് ആര് തടഞ്ഞോ അവരിലൂടെ തന്നെ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നിങ്ങൾ പുറപ്പാട് പുസ്തകം, ഉൽപ്പത്തി പുസ്തകമൊക്കെ പഠിച്ചതാണല്ലോ. അവിടെയെല്ലാം ദൈവജനത്തെ ആരെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടോ ആ ഉപദ്രവിച്ചവര് തന്നെ വീണ്ടും ഇവരെ സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇവരുടെ കാൽക്കീഴിൽ എത്തിച്ചേരുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പൂർവ്വപിതാവായ യൗസേപ്പിന്റെ ജീവിതത്തിൽ
യൗസേപ്പ് വളരെ ഭക്തനും അതിലുപരിയായി പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനുമാണ്, 11ാമത്തെ മകനാണ്. അപ്പോൾ ബാക്കി 10 പേർക്കും യൗസേപ്പിനോട് ഭയങ്കര അസൂയയായിരുന്നു. കാരണം അപ്പൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് യൗസേപ്പിനെയാണ്. യൗസേപ്പിനെ സ്നേഹിക്കുന്നു, യൗസേപ്പിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്പൻ മറ്റുള്ളവരെ എല്ലാം കുറച്ച് അകലം പാലിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ യൗസേപ്പിനെ ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ട് 17ാമത്തെ വയസ്സിൽ യൗസേപ്പിനെ തൻ്റെ സഹോദരന്മാർ 10 സഹോദരന്മാർ ചേർന്ന് ഒട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാലോചിച്ച് നോക്കി, അദ്ദേഹത്തിന് എന്തുമാത്രം പ്രയാസം ഉണ്ടായി. അപ്പന്റെ സ്നേഹം നഷ്ടപ്പെട്ടു, സ്വന്തം വീട് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് ഈ മിസ്രൈമിലേക്ക് പോകുന്ന കച്ചവടക്കാർക്ക് വിറ്റു കളഞ്ഞു. പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റിയിട്ട് പോത്തീഫറിന്റെ വീട്ടിൽ യൗസേപ്പ് എത്തിച്ചേരുകയാണ്. അവിടെ എത്തിയിട്ടും യൗസേപ്പിന്റെ ജീവിതത്തിൽ വീണ്ടും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം യൗസേപ്പ് സുന്ദരനായിരുന്നത് കൊണ്ട് പോത്തീഫറിന്റെ ഭാര്യ യൗസേപ്പിനെ പലയാവർത്തി തൻ്റെ കൂടെ ശയിക്കുവാനായിട്ട് പറഞ്ഞു. പക്ഷേ യൗസേപ്പ് ദൈവസ്നേഹമുള്ളവനും തൻ്റെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു പാലിക്കുന്നവനും ആയതുകൊണ്ട് അതിന് വഴങ്ങിയില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ സ്ത്രീ ഇവനെ കയറി പിടിച്ചു. ഇവൻ അവൻ്റെ പുറംകുപ്പായം അഴിച്ചിട്ട് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. പക്ഷേ എന്ത് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് സംഭവിക്കുന്നത് വാദി പ്രതിയായി തീരുകയാണ്. ഈ കയറിപ്പിടിച്ച വ്യക്തി പറഞ്ഞു, ഇതാ യൗസേപ്പ് എന്നെ അപമാനിക്കുവാനായിട്ട് പരിശ്രമിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 3.5 വർഷ കാലഘട്ടം പിന്നീട് യൗസേപ്പ് ജയിലിൽ അകപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തിന്മ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി തിന്മ നിറഞ്ഞ മനുഷ്യർ ഇദ്ദേഹത്തെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ യൗസേപ്പ് ആരോടും പരാതി പറയാനോ അവരോട് പോരാടാനോ ഒന്നും പോകാതെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ആയിരുന്നു. അതുകൊണ്ട് കാരാഗൃഹത്തിൽ യൗസേപ്പിന്റെ കൂടെ യഹോവ ഇരുന്നു എന്നൊരു വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ഉപദ്രവമോ ഒരു പ്രതിസന്ധിയോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ഉപദ്രവിച്ചവരെ വെറുപ്പിലും വിദ്വേഷത്തിലും കണ്ട് നമ്മുടെ ജീവിതം വെറുതെ പാഴാക്കി കളയരുത്. കാരണം ആര് നമ്മളെ ഉപദ്രവിക്കുന്നുവോ അവരിലൂടെ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് തരാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഈ ഉപദ്രവം നേരിട്ട യൗസേപ്പിന് പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് ആ കാരാഗൃഹത്തിൽ മിസ്രൈമിലെ ഫറവോയുടെ പാനപാത്രവാഹകനും അതുപോലെ തന്നെ അപ്പക്കാരനും അവര് ചെയ്ത തെറ്റ് മൂലം ആ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും അവർ കണ്ട ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചതിന്റെ പേരിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഫറവോ കൊണ്ട ഒരു സ്വപ്നം വ്യാഖ്യാനിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ആ സ്വപ്നം ദൈവാത്മാവിന്റെ സഹായത്തോടുകൂടെ അദ്ദേഹം വ്യാഖ്യാനിച്ച് പിന്നീട് ഫറവോയുടെ പ്രീതി നേടി ആ മിസ്രയീമിന്റെ ഫറവോയ്ക്ക് ശേഷമുള്ള ഒരു ഭരണാധികാരിയായിട്ട് ഈ യൗസേപ്പ് ഉയർത്തപ്പെടുകയും ചെയ്യുകയാണ്. ഇതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. അപ്പം നമ്മളെ നാളെ ഒരാൾ ഉപദ്രവിച്ചാൽ അത് നന്മയ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. നമുക്കൊരു തകർച്ചയുണ്ടായാൽ, നമുക്കൊരു പ്രയാസം ഉണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതോടുകൂടെ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കരുത്. മറിച്ച് ഈ പ്രതിസന്ധിയുടെ നടുവിലും ചെങ്കടൽ കീറി ജനത്തെ അതിൻ്റെ നടുവിലൂടെ നടത്തിയ ദൈവം ഈ പ്രതിസന്ധിയുടെ മധ്യേ നമ്മളെ നടത്തുമെന്ന് ഒരു ഉറച്ച ബോധ്യവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാ ദേവാലയത്തിന്റെ പണി നിർത്താനും അതിന്റെ മതിലുകൾ പണിത് പൊളിച്ചു കളയാനൊക്കെ പരിശ്രമിച്ചവർ ആരാണോ അവരിലൂടെ തന്നെ വീണ്ടും ഈ ദേവാലയം പണിയുവാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കുകയാണ്. 13ാമത്തെ വാക്യം ഇപ്രകാരമാണ്. 6-ാം അധ്യായം 13ാമത്തെ വാക്യം. അപ്പോൾ നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയായ തത്നായിയും ശദർ ബൊസ്നായിയും അവരുടെ കൂട്ടുകാരും ദര്യാവേശ് രാജാവ് കൽപ്പിച്ചതുപോലെ തന്നെ ജാഗ്രതയോടെ പണിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ,
ദൈവത്തിൽ ശരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാനാണ് വഴി എന്ന് പറഞ്ഞ ആ വഴിയിലൂടെ, സുവിശേഷത്തിന്റെ വഴിയിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ, ഏത് പ്രതിസന്ധിയും ഏത് അന്ധകാരത്തിന്റെ പീഡകളും ഏത് പിശാചും നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കി നമുക്കെതിരായിട്ട് നിന്ന് എല്ലാം അനുകൂലമായി തീരുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ദൈവാശ്രയം വേണം, വിശ്വാസം വേണം, അതിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടണം. അതിനുശേഷം ഈ ജനം ദേവാലയം പണി അതിൻ്റെ രണ്ടാമത് ആരംഭിക്കുകയും തുടർന്ന് 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും ലേവ്യരും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ കഴിച്ചു. ദേവാലയം ശലോമോൻ പണിത് അത് പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ പുറപ്പാട് ലേവ്യ പുസ്തകത്തിലും ഒക്കെ തുടർന്നുള്ള ഭാഗങ്ങളിലെല്ലാം രാജാക്കന്മാരുടെ പുസ്തകത്തിലെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ദേവാലയം ഇത് പൂർത്തീകരിച്ച് സെരുബ്ബാബേലും അതുപോലെ തന്നെ യോശുവായും ചേർന്ന് ദൈവത്തിന് പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെ എല്ലാം അകമ്പടിയോടുകൂടെ പ്രതിഷ്ഠിച്ച് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയാണ്. 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് 100 കാളയെയും 200 ആട്ടുകൊറ്റനെയും 400 കുഞ്ഞാടിനെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം എല്ലാ ഇസ്രായേലിനും വേണ്ടി പാപയാഗത്തിനായി 12 വെള്ളാട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. ഇപ്പോൾ നമ്മൾ പഴയ രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് നോക്കി ശലോമോന്റെ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ, അത് രണ്ടും കൂടെ നമ്മൾ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ശലോമോന്റെ സമയത്ത് ദേവാലയം പണി കഴിപ്പിച്ച് ആയിരക്കണക്കിന് ആടുകളെയും ആയിരക്കണക്കിന് മുട്ടാടുകളെയും കാളകളെയും എല്ലാം അർപ്പിക്കുന്നതിനെ പറ്റി ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ സെരുബ്ബാബേലും യോശുവായ്ക്കും അത്ര ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, പ്രവാസത്തിലേക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോൾ 2 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. കാരണം അതുവരെയുള്ള 12 ഗോത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, പലരും ചിതറിക്കപ്പെട്ടു പോയി. ചില ഗോത്രങ്ങൾ വിജാതീയ ആരാധനകളിലേക്കെല്ലാം തിരിഞ്ഞ് അവര് ഒരു വേറൊരു രീതിയിലേക്ക് മാറിപ്പോയി. ഇപ്പൊ അവശേഷിക്കുന്നത് 2 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് യഹൂദാ ഗോത്രവും 2 ബെഞ്ചമിൻ ഗോത്രവും. ഈ 2 ഗോത്രത്തിലുള്ള ആളുകളുടെ കയ്യിലുള്ളതിനനുസരിച്ചും അതുപോലെ തന്നെ നേരത്തെ വായിച്ചു കേട്ടതുപോലെ ആ ദേശനിവാസികൾ കൊടുത്തതിനനുസരിച്ചുള്ള ആ ഒരു നേർച്ച കാഴ്ചകൾ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഇവർ ദേവാലയം വീണ്ടും പ്രതിഷ്ഠിക്കുന്നതിനെ പറ്റിയാണ് 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: 1-ാം മാസം 14-ാം തീയതി പ്രവാസികൾ പെസഹ ആചരിച്ചു. അപ്പൊ ആദ്യം ഇവര് ഈ ദേവാലയ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇവര് ആദ്യം ബലിപീഠമൊക്കെ പണിത് ദേവാലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കൂടാര പെരുന്നാൾ ആചരിച്ചായിരുന്നു. ഇപ്പൊ ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെസഹ പെരുന്നാൾ ആചരിക്കുകയാണ്. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം പഠിച്ചവരായതുകൊണ്ട് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും ജനം മോശ മുഖാന്തരം കാനാൻ ദേശത്തിലേക്ക് വന്നതിന്റെ ഓർമ്മയാചരണമാണ് പെസഹ ആചരണം. അന്ന് യഹൂദ കുടുംബങ്ങളെല്ലാം അവർക്ക് പറ്റുന്ന വിധത്തിൽ ഒരു കൂടിച്ചേർന്ന് അവരുടെ ഏറ്റവും മുതിർന്ന പുരുഷൻ മുതൽ ഏറ്റവും ചെറിയ കുഞ്ഞു വരെ എല്ലാം ഒരു വീട്ടിൽ കൂടിയിരുന്ന ഒരു കുഞ്ഞാടിനെ അറുത്ത് ഇതിന്റെ കാര്യങ്ങളെല്ലാം മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും ഈ നമ്മുടെ പൂർവികരെ ദൈവം വിമോചിപ്പിച്ച് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് ഈ മക്കളോടെല്ലാം പറഞ്ഞു കൊടുത്ത് അന്ന് രാത്രി പുളിപ്പില്ലാത്ത അപ്പം കൂട്ടി അതുപോലെ തന്നെ നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ പെസഹ ആചരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് എല്ലാം പോയതോടുകൂടെ ഇതെല്ലാം നിന്നുപോയായിരുന്നു. പക്ഷേ ഇവിടെ ഈ എസ്രായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇത് വീണ്ടും ആരംഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഴയതുപോലെ തന്നെ ഇസ്രായേൽ ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ദൈവാലയം പണിത് ദൈവികമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ ആരംഭിച്ച് പ്രത്യേകിച്ച് ബലികളും ഹോമബലികളും എല്ലാം നടത്തി വീണ്ടും ദൈവകൃപയിൽ ആയിത്തീരുന്നതാണ് ഈ അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്ത് സൈറസിന്റെ കൽപ്പന പ്രകാരം വന്ന് പണി ആരംഭിച്ചു. പണിയെല്ലാം നന്നായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ
പിന്നീട് പ്രതിസന്ധി ഉണ്ടായി. ഈ പണി തടയപ്പെട്ടു. രാജകൽപ്പന മുഖാന്തരം തന്നെ തടയപ്പെട്ടു. പക്ഷേ പിന്നീട് ദര്യാവേശന്റെ കാലഘട്ടത്തിൽ ഹഗ്ഗായി പ്രവാചകനും സക്കറിയ പ്രവാചകനും ഇടപെട്ട് പ്രവചനങ്ങളിലൂടെ ഈ ജനത്തെ വീണ്ടും ധൈര്യപ്പെടുത്തി. പിന്നീട് ദൈവത്തിന്റെ ഇടപെടലും ഉണ്ടായി. ഉപദ്രവിച്ച് ഇരുന്ന വ്യക്തികളിലൂടെ തന്നെ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് അവരെ സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെട്ട് ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ 6-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. 7 വരെയുള്ള അധ്യായങ്ങൾ എടുക്കാമെന്നാണ് ഓർത്തിരുന്നത്. എന്നാൽ ഇത് വായിച്ച് പഠിച്ചപ്പോഴാണ് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ഇതിന്റെ എസ്രായുടെ പുസ്തകത്തിന്റെ 1-ാം ഭാഗമാണ്. 7 മുതൽ പിന്നീട് 10 വരെയുള്ള അധ്യായങ്ങൾ ഒരു 2-ാം ഭാഗമാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. റോമർ 8:28 ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടായാലും അത് നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കും എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഈ സന്ധ്യയിൽ ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിൽ തരുന്നുണ്ട്. ആ ഒരു ബോധ്യത്തോടു കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് നോക്കുമ്പോൾ പാലക്കാട് പള്ളിയിലുള്ള കുറേ ആളുകളെ ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി അനുഗ്രഹകരമായി തീരണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ കുറെ കൂടെ ആഴത്തിൽ പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ള ഒരു കൃപ ദൈവം തരുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, എസ്രായുടെ പുസ്തകം 4, 5, 6 അധ്യായങ്ങളിൽ യഹൂദാജനം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നുപോയപ്പോഴും അങ്ങയിൽ ആശ്രയിക്കുകയും അങ്ങയിൽ ശരണപ്പെടുകയും ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനമായി ഹഗ്ഗായി പ്രവാചകനെയും സക്കറിയ പ്രവാചകനെയും അവിടുന്ന് അയച്ച് അവരെ സഹായിച്ചതുപോലെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല നന്മകളും ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചെങ്കിലും അതിനെല്ലാം ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും പിശാചിലൂടെ ദുഷ്ടമനുഷ്യരിലൂടെ കടന്നു വന്ന് മനസ്സുമടുത്ത് പലപ്പോഴും ഞങ്ങളും ദൈവമേ അവിടുത്തെ നിയോഗങ്ങൾ ചെയ്യാതെ വണ്ണം പിന്തിരിഞ്ഞു പോകുന്ന വ്യക്തികളായിട്ട് മാറ്റപ്പെട്ടു. ദൈവമേ, ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ശ്ലീഹന്മാർ ഇറങ്ങിത്തിരിച്ചു അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ ഭാഗങ്ങളിൽ. പക്ഷേ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും അന്നത്തെ മഹാപുരോഹിതന്മാരിലൂടെയും യഹൂദന്മാരിലൂടെയും ഉണ്ടായപ്പോൾ അവർ വീണ്ടും ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമേ, അവിടുന്ന് അവർ കൂടിയിരുന്ന സ്ഥലത്ത് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അവർക്ക് കൊടുത്ത് അവരെ ബലപ്പെടുത്തി ലോകത്തെ കീഴ്മേൽ മറയ്ക്കുവാൻ തക്കവണ്ണം ശക്തരും ധീരരുമായി അവരെ മാറ്റിയതുപോലെ ദൈവമേ, അവിടുത്തെ നിയോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കി തീർക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും ഇത് കേൾക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ നല്ല ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിക്കണമേ. 1-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, കർത്താവിന്റെ ന്യായപ്രമാണം രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കുമെന്ന് അവിടുത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ ദൈവമേ. അതുകൊണ്ട് എന്ത് ചെയ്താലും അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വചനം പഠിച്ച് ധ്യാനിച്ച് വചനപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമ മഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ.